ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കൊത്തിവെക്കാൻ പോകുന്ന സുപ്രധാനമായ ചില ദിവസങ്ങളിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം ആ രാജ്യം ഭരിച്ച, ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട് രാജ്യം വിടേണ്ടി വന്ന ഒരു നേതാവ്, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. അവർക്കിപ്പോൾ ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അവർ ഭരണം നടത്തിയ അവസാന കാലത്ത് രാജ്യത്ത് കലാപമുണ്ടാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീന ഉത്തരവിടുന്നു. അങ്ങനെ ഉത്തരവിട്ടതിനാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ലഭിച്ചത്? എങ്ങനെയാണ് ബംഗ്ലാദേശ് ഈ നിർണായക ഘട്ടത്തിലെത്തിയത്? നമുക്ക് നോക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ പരിശോധിക്കുന്നത്. വർഷങ്ങളായി ബംഗ്ലാദേശിൽ അസംതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 15 വർഷത്തെ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. തൊഴിലില്ലായ്മയുണ്ടായിരുന്നു, കുതിച്ചുയരുന്ന വിലക്കയറ്റം പ്രശ്നമായിരുന്നു, അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു, പല ജനാധിപത്യ അവകാശങ്ങളെയും അടിച്ചമർത്തൽ ആ രാജ്യത്ത് സംഭവിച്ചിരുന്നു. ഇങ്ങനെ അനേകം ഘടകങ്ങൾ ഷെയ്ഖ് ഹസീനയെയും അവരുടെ അവാമി ലീഗ് സർക്കാരിനെതിരെയും ജനരോഷമുയരാൻ ബംഗ്ലാദേശിൽ കാരണമായി വരികയാണ്. അങ്ങനെയാണ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. പ്രക്ഷോഭങ്ങൾക്ക് തീ കൊളുത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. സർക്കാർ ജോലിയിലെ സംവരണ സമ്പ്രദായം സംബന്ധിച്ച ചില തീരുമാനങ്ങൾ അവിടെ പ്രശ്നമായിരുന്നു. 56% സർക്കാർ ജോലികൾ സംവരണം ചെയ്യപ്പെട്ടതായിരുന്നു. അതിൽ തന്നെ 30%വും 1971 യുദ്ധസേനാനികളുടെ പിൻഗാമികൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരുന്നു, റിസർവ് ചെയ്യപ്പെട്ടിരുന്നു. ഇത് ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് വേണ്ടിയുള്ളതാണെന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയാണ്. അങ്ങനെയാണ് 2024 കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിലെ കോടതി ഈ സംവരണ സമ്പ്രദായം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ആദ്യം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്, അവർ തെരുവിലിറങ്ങുകയാണ്. ഈ നിയമം അന്യായമാണ്, കാലഹരണപ്പെട്ടതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെല്ലാം അവർ വാദിച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒക്കെ ശമ്പളത്തിൽ നിന്ന് നിർബന്ധിതമായി പണം പിടിക്കുന്ന ഒരു പെൻഷൻ പരിഷ്കരണം കൊണ്ടുവന്നിരുന്നു. ഇതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിനിടക്കാണ് പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖ് ഹസീന ഒരു പ്രസംഗം നടത്തുന്നത്. അതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളുണ്ടായി, വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. സർക്കാർ ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ വേണ്ടി കണ്ണീർ വാതകം പ്രയോഗിച്ചു, വെടിയുണ്ടകൾ ഉപയോഗിച്ചു, ഇൻ്റർനെറ്റ് നിരോധിച്ചു. ഇങ്ങനെയൊക്കെ സർക്കാർ തന്നെ ചെയ്തത് വീണ്ടും പ്രതിഷേധം രൂക്ഷമാവാൻ കാരണമായി. പക്ഷേ കൂടുതൽ ആളുകൾ അതോടുകൂടി തെരുവിലിറങ്ങുന്നതാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വിദ്യാർത്ഥികൾ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്, കർഫ്യൂ ലംഘിക്കുന്നത്, തലസ്ഥാനമായ ധാക്കയിലേക്ക് ബഹുജന മാർച്ച് നടക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പിടിമുറുക്കം അവിടെ അയഞ്ഞു. 2024 ഓഗസ്റ്റ് 5 15 വർഷത്തെ ഭരണത്തിന് ശേഷം അവർ രാജ്യം വിടുകയാണ്. രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഒരു വർഷത്തിലധികമായി, ഇപ്പോൾ 78 വയസ്സാണ് കേട്ടോ ഷെയ്ഖ് ഹസീനക്ക്. ആ ഷെയ്ഖ് ഹസീന നാട് കടത്തപ്പെട്ട് ഇന്ത്യക്കകത്ത് കഴിയുകയാണ്. ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്കനുസരിച്ച് അന്ന് ആ പ്രതിഷേധമുണ്ടായ ആ കാലയളവിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനിടയിൽ ഏകദേശം 1400-ലധികം ആളുകൾക്കാണ് ബംഗ്ലാദേശിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നത്. ധാക്കയിലെ ചാങ്കാർപാൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിരായുധരായ സാധാരണക്കാരായ 6 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, ഷെയ്ഖ് ഹസീനക്കെതിരെ. ബംഗ്ലാദേശിൽ ഇപ്പോൾ സൈന്യം അധികാരത്തിൽ പിന്നീട് ഇടപെട്ടു. ഇടക്കാല ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ തന്നെ ഒരു അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ, ഒരു കുറ്റകൃത്യ ട്രൈബ്യൂണലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. സാക്ഷിമൊഴികളുടെ സുരക്ഷാ റിപ്പോർട്ടുകളുടെ 2024 ജൂലൈയിൽ ഈ പ്രക്ഷോഭമുണ്ടായ കാലത്ത് അന്ന് പുറത്തു വന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധി തെളിവുകൾ ഉൾപ്പെടെ 453 പേജുള്ള കുറ്റപത്രം കോടതി തയ്യാറാക്കിയിരിക്കുന്നു ഷെയ്ഖ് ഹസീനക്കെതിരെ. വിദ്യാർത്ഥികൾക്കെതിരെ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഷെയ്ഖ് ഹസീന വ്യക്തിപരമായി ഉത്തരവിട്ടുവെന്ന് പ്രോസിക്യൂട്ടർമാർ വാദിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ അസദുസ്സമാൻ ഖാൻ, അന്നത്തെ IGP ആയിരുന്ന അബ്ദുള്ള അൽ മാമൂൻ, ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രതികളുണ്ട്. അതിൽ ഈ IGP മാത്രമേ കോടതിയിൽ ഹാജരായിട്ടുള്ളൂ. അദ്ദേഹം കുറ്റസമ്മതം നടത്തി സാക്ഷി പറയുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചരിത്രപരമായ ആ വിധി പ്രഖ്യാപിക്കപ്പെട്ടത്.
മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഷെയ്ഖ് ഹസീന ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടതായി ട്രിബ്യൂണൽ കണ്ടെത്തുന്നു. ഷെയ്ഖ് ഹസീനക്കും ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സഹകരിച്ചതിന് മുൻ IGPക്ക് 5 വർഷം തടവും വിധിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ വിരോധാഭാസം എന്തെന്നാൽ ഷെയ്ഖ് ഹസീനയെ ശിക്ഷിച്ച ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഉണ്ടല്ലോ, ബംഗ്ലാദേശിലെ കുറ്റകൃത്യ ട്രിബ്യൂണൽ, ഇത് 2009 സ്ഥാപിക്കുന്നത്. ഇത് ആരാണ് സ്ഥാപിക്കുന്നത്? അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന തന്നെ സ്ഥാപിച്ചതാണ്. 1971 വിമോചന യുദ്ധം ഉണ്ടായി ബംഗ്ലാദേശിൽ. അന്ന് ആ യുദ്ധത്തിലെ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ് ഷെയ്ഖ് ഹസീന ഈ കോടതി രൂപീകരിച്ചത്. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താനുള്ള ആയുധമായി ഈ കോടതിയെ ഉപയോഗിച്ചിരുന്നുവെന്ന് വിമർശകർ ഇതിൻ്റെ സ്ഥാപനം മുതൽ കാലങ്ങളായി വാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേ നിയമ സംവിധാനമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കേസ് പ്രാധാന്യം അർഹിക്കുന്നത്? ഈ വിധിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് നീതിയുടെ വിജയമാണെന്നാണ്. പക്ഷേ ഈ വിധിയെ എതിർക്കുന്നവർ ഇതിനെ രാഷ്ട്രീയ പകപോക്കലായി കാണുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ഈ വിധിയെ എതിർക്കുന്നുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഈ വിധിയെ അപലപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ വിധിക്കെതിരെ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീന ഉള്ളത്. ഇങ്ങനെ ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുമോ? വിധി പ്രഖ്യാപിച്ചു. ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി സുരക്ഷിത കേന്ദ്രത്തിൽ ഒളിച്ച് താമസിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ സഹകരണം, വ്യാപാരം, ഇങ്ങനെ തുടങ്ങി നിരവധി തന്ത്രപരമായ കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളികളിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഹസീന ഒരു കാലത്ത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു കൈമാറ്റ ഉടമ്പടിയുണ്ട്, ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി. അതനുസരിച്ച് ഒരു വിധി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അല്ലെങ്കിൽ അത് നീതിയല്ലെന്ന് ഇന്ത്യ കണ്ടെത്തുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശ് നാടുകടത്താൻ വേണ്ടി ആവശ്യപ്പെട്ട ബംഗ്ലാദേശിൻ്റെ ആവശ്യം നിരാകരിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. അതായത് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് ചോദിക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നോ അത് ബംഗ്ലാദേശിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ നിലപാടായിരിക്കും. എന്തുതന്നെയായാലും ഈ വിധി ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ്. ഒരു രാജ്യം അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബംഗ്ലാദേശിന് ജനാധിപത്യത്തിൽ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമോ, അതോ രാജ്യം കൂടുതൽ ഭിന്നിക്കുമോ? ഇതെല്ലാം കാലം തെളിയിക്കും. അതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും.